നമ്മളോർക്കും എന്തെന്നാ നമ്മളെ വീട്ടുകാർ ഇങ്ങനെ കൊണ്ടുവന്ന് വിടുന്നതെന്ന് ഓർക്കും. പക്ഷെ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഞാൻ മാത്രമല്ല ഇരുന്നത് കരുതില്ല, ബാക്കി ചെറുക്കന്മാരും പിള്ളേരൊക്കെ കരയുക. കരഞ്ഞില്ല, പക്ഷെ ചേച്ചി എപ്പൊ കരഞ്ഞു ഇപ്പൊ. പക്ഷെ അത് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നവോദയ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് ഞാനൊരു ചേച്ചിയെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ചേച്ചി മറ്റാരുമല്ല, 6ാം ക്ലാസ് തൊട്ട് നവോദയ സ്കൂളിൽ പഠിച്ച ഒരു മിടുക്കിയാണ്. വെൽക്കം ടു CC പ്ലസ്. താങ്ക് യു മാം. പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഒന്ന് പരിചയപ്പെടുത്തുവോ? എന്റെ പേര് ശ്രീലക്ഷ്മി. ജവഹർ നവോദയ വിദ്യാലയ കോട്ടയത്താണ് പഠിച്ചത്. 6ാം ക്ലാസ്സിലേക്കാണ് അങ്ങോട്ട് അഡ്മിഷൻ കിട്ടി പോകുന്നത്. 12ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ ഇനി എന്താ പ്ലാൻ? എന്താ ഇനി? എനിക്ക് എഞ്ചിനീയറിംഗ്, എനിക്ക് മറൈൻ എഞ്ചിനീയറിംഗിന് പോകാനാണ് ആഗ്രഹം. എനിക്ക് കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീലക്ഷ്മി, നമുക്ക് ഈ 6ാം ക്ലാസ്സിൽ അവിടെ ചെന്നപ്പോ എന്തൊക്കെ തോന്നിയത്? 6ാം ക്ലാസ്സിൽ അവിടെ ചെന്നപ്പോ വെച്ചാൽ ഞാൻ വീട്ടിലെ മൂത്ത മോളാ. അപ്പം അമ്മ എപ്പോഴും പറയായിരുന്നു, അമ്മ പറഞ്ഞു തരുന്ന പോലെയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു തന്നതാണ് ഇതുപോലെ നവോദയം. അമ്മയുടെ എപ്പോഴത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കായിരുന്നു, ഇവരോട് രണ്ടുപേരോട് ഇത് പറയുന്നില്ലല്ലോ, എന്നോടാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ പിന്നെ കുറച്ച് ഞാൻ ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടാലും അവർ രക്ഷപ്പെടും. അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കായിരുന്നു. അപ്പം അമ്മയാണ് ഫുൾ പറഞ്ഞു തരുന്നത്. അമ്മയാണ്. അമ്മ അവിടെ എനിക്ക് ഏറ്റവും വലിയ, എനിക്ക് അവിടത്തോട്ട് ഭാഗ്യം ഉണ്ടായിരുന്നു വെച്ചാൽ, എന്റെ വീടിന്റെ അപ്പുറത്ത് തന്നെ അവിടെ കോച്ചിങ് സെന്റർ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചറാണ് എന്നെ കൊണ്ടുവരുന്നതും. കാരണം എന്റെ അനിയന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ടീച്ചറാണ് എന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതും നവോദയ പരീക്ഷ എടുത്തത്. എന്റെ ആശമിസിനെയും നിതുമിസിനെയും ഇവിടെ എന്തായാലും പറയണം. കാരണം ആശമിസ് ആ സമയത്ത് ഫിനാൻഷ്യലി ഫീസ് കൊടുക്കാൻ പറ്റാത്ത സമയത്തൊന്നും മിസ് ചോദിച്ചിട്ട് പോലും ഇല്ല. മിസ് അവള് പഠിക്കട്ടെ, അവൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ ബാക്കി നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞു. ആ ഒരു മൈൻഡിലായിരുന്നു. അപ്പം അവർ രണ്ടുപേരുമാണ് ഇതിലേക്കുള്ളൊരു നവോദയയിലേക്ക് എത്തിച്ചേരാൻ കാരണം. അവർ രണ്ടുപേരാണ് കാരണം. അപ്പം അവിടെ കുറെ പേര് എഴുതി. അത്യാവശ്യം ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. അപ്പം കിട്ടുമെന്ന് പ്രതീക്ഷ കുറെ പേരുണ്ടായിരുന്നു. എനിക്ക് മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ പേടിയായിരുന്നു കോച്ചിങ് സെന്റർ വെച്ച്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവോ. എന്റെ വിഷമല്ല, എനിക്കറിയില്ല, അമ്മയ്ക്ക് സങ്കടാവോ. ഇതായിരുന്നു എന്റെ മെയിൻ സംഭവം. അവിടെ പോയാലും നിൽക്കുമോന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇനിയിപ്പോ തിരിച്ചു വന്ന് അമ്മ വഴക്ക് പറയും. അമ്മ, അതാണ് സംഭവം. അപ്പത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ആദ്യത്തെ ദിവസമാണെങ്കിലും എന്നെ ആശ ടീച്ചർ, ഇപ്പം ഞാൻ പാലാ സെന്ററിലാണ് പഠിച്ചത്. എന്നെ ഏറ്റുമാനൂർ സെന്ററിലും കൊണ്ട് കുറച്ച് ദിവസം ട്യൂഷൻ എടുത്തായിരുന്നു. പാലാ സെന്റർ കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എനിക്ക് അവിടുത്തെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടായിരുന്നു ഞാൻ അവിടെ വെച്ച്. അപ്പൊ അവൾക്ക് അഡ്മിഷൻ കിട്ടി. എന്റെ കൂടെ പഠിച്ച 2 ബോയ്സിന് അഡ്മിഷൻ കിട്ടി. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ബോയ്സ് ഗേൾസ് മീൻസ് അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരേ ക്യാമ്പസിൽ ഹോസ്റ്റലും സ്കൂളും എല്ലാം ഒരുപോലെ ആണെങ്കിലും നമുക്ക് ഇപ്പം ഗേൾസിനോട് മിണ്ടുന്ന പോലെ അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം സമയത്ത് അപ്പം എന്റെ കൂടെ വന്ന 2 ബോയ്സാണ്. അപ്പം എനിക്ക് അവരോട്ട് കൂട്ടുണ്ട്. പക്ഷെ വലിയ പരിചയം അവിടെ മിണ്ടാനൊന്നും സമയമില്ല. അപ്പം ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്ന് ബാക്കി എല്ലാവരും കരച്ചില്, എല്ലാ സംഭവം അവിടെ ലൈൻ നിൽക്കുക ഞങ്ങൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലോട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാവരും കരയുക. എൻ്റെ അമ്മ നിന്ന് കരയാൻ തുടങ്ങി. എന്നെ കൊണ്ട് ഇട്ടിട്ട് അമ്മ പറഞ്ഞ് പൊയ്ക്കോണം, പഠിച്ച് തിരിച്ചു വരാവുള്ളൂ, കരയരുത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോട്ടിവേഷൻ. അവിടെ ചെന്ന് അമ്മ ഒരൊറ്റ എല്ലാരും. പക്ഷെ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഞാൻ മാത്രമല്ല ഇരുന്നത് കരുതില്ല, ബാക്കി ചെറുക്കന്മാരും പിള്ളേരൊക്കെ കരയുക. അച്ഛനും അമ്മയും പിരിഞ്ഞു പോകുന്നതിന്റെ ആ ഒരു യാത്രയാണ് പറയുന്നത് കേട്ടോ. ഞാൻ പക്ഷെ കരഞ്ഞതേയില്ല. ഇനി അത് പോട്ടെ, കരഞ്ഞ് അവിടെ വെച്ച് കരഞ്ഞില്ല, പക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോ കരഞ്ഞോ? 12ാം ക്ലാസ് കഴിഞ്ഞ് എന്റെ അമ്മ അച്ഛൻ എന്നെ കൂട്ടാൻ വന്നത് ഒരു ദിവസം കഴിഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് എക്സാം നേരത്തെ കഴിഞ്ഞു. അപ്പൊ നേരത്തെ വന്ന് സ്കൂളിന്റെ എൻട്രൻസിൽ എന്റെ ഫ്രണ്ട്സ് ഫുള്ളുണ്ട്, ടീച്ചേഴ്സ് ഫുള്ളുണ്ട്. അവർ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ കരഞ്ഞു. അതുപോലെ എല്ലാരും കരച്ചില്ലേ കണ്ടോ? കരഞ്ഞില്ല, പക്ഷെ ചേച്ചി എപ്പൊ കരഞ്ഞു. ഇപ്പൊ പക്ഷെ അത് പറയുമ്പോ സങ്കടം വരുന്നുണ്ട്. കാരണം ഇനിയും അങ്ങോട്ട് തന്നെ തിരിച്ചു പോയാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ കേട്ടല്ലോ, എന്തായിരിക്കും ഇന്നത്തെ ശ്രീലക്ഷ്മി, 6ലെ ശ്രീലക്ഷ്മി 12ലെ ശ്രീലക്ഷ്മിക്കുള്ള മാറ്റം എന്താണ് നവോദയം നൽകിയത്? നവോദയം നൽകിയത് നവോദയാണ് ഇപ്പോഴത്തെ എന്നെ തന്നെ നൽകിയ നവോദയം. ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നവോദയം. ഞാൻ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള എനിക്ക് ഭയങ്കര പേടിയാണ് പുറത്തോട്ട് പോകാനോ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിലും ഉള്ളിലുള്ളൊരു പേടിയാണ്, പുറത്തെ ലോകം എന്താണ്. നമ്മൾ ആ ഒരു ഇതിനുള്ളിൽ മാത്രമാണല്ലോ താമസം, അവരെ മാത്രമാണല്ലോ നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പം അങ്ങനെ പേടിയും, എവിടെയെങ്കിലും പോകാൻ പേടി. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോകാറില്ല. എനിക്കങ്ങനെ ഭയങ്കര എല്ലാത്തിനും ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ആരോടും സംസാരിക്കാൻ. അപ്പം ഞങ്ങൾ ഈ വീട്ടിലോട്ട് താമസം മാറിയപ്പോൾ എൻ്റെ അമ്മ അവിടെ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞു, എൻ്റെ അനിയത്തിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും, എൻ്റെ അമ്മേനെ പോലെ. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല. അപ്പം അമ്മ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞു, അവൾ ചിലപ്പോൾ സംസാരിക്കത്തൊന്നുമില്ല, അപ്പോൾ ഒന്നും വിചാരിക്കരുത്, അവൾക്ക് അഹങ്കാരം അതൊന്നും വിചാരിക്കരുത്, അവൾ അങ്ങനാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
ഞാൻ സംസാരിക്കുന്നുണ്ടായിട്ട് അവര് തന്നെ അമ്മയോട് ചോദിച്ചു, നീ എന്താ പിന്നെ ഇങ്ങനെ പറഞ്ഞു, കൊച്ചു കൊച്ചു സംസാരിക്കുന്നുണ്ടല്ലേ. സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നവോദയം നന്നായിട്ട് സംസാരിക്കാൻ തന്നു. പിന്നെ പിന്നെ ജീവിതത്തിനുള്ള കാഴ്ചപ്പാടോ? ഞാൻ എന്നാ 11th 12th അവിടെ നമുക്ക് ലീഡർഷിപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ശിവാലിക് ഹൗസ് ആയിരുന്നു. അങ്ങനെ 4 ഹൗസ് ആയിട്ടുണ്ട്. അപ്പം അതിന്റെ ലീഡർ ആയിരുന്നു. അപ്പം 6th നിന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ 11th എത്തുമ്പം ഒരു ലീഡർ ലീഡർ ആവുമെന്നും. ആകുമെന്ന് വിചാരിച്ചിട്ടില്ല. ആ 10-400 പിള്ളേരുണ്ടാവും നമ്മുടെ 10-200 പിള്ളേർ എന്തായാലും കാണും നമ്മുടെ ആ ഒരു ഹൗസിൽ. ആ. അവരുടെയൊക്കെ ലീഡർ ആയിട്ട് നിൽക്കുന്നോ, അവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നു നമ്മൾ എന്തായാലും വിചാരിച്ചില്ല. ഇത് അതിനൊക്കെ മാറ്റം ഇത് ഞാൻ നവോദയാണ്. കണ്ടോ, അപ്പം ഞങ്ങൾ സാറിന് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന പോലെയാണ് അവള് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ 6ാം ക്ലാസ്സിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞു മക്കളുണ്ട്, 5ൽ ഇപ്പൊ പഠിക്കുന്നത്, അവരോട് ചേച്ചി എന്നുള്ള നിലയിൽ എന്തോ പറഞ്ഞു തരുന്നത്, എങ്ങനെ നവോദയയിലോട്ട് വരണമെന്ന് പറയുമോ? ഞാൻ എന്റെ അനിയത്തോട് പറഞ്ഞു, അവൾ എഴുതി, അവൾക്കിവിടെ നവോദയ വയനാട് നവോദയയിൽ കിട്ടി. അവളിപ്പം ഈ 3-ാം തീയതി അവൾ നവോദയയിലേക്ക് പോവുകയാണ് 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ. അവളോട് പറയുന്നത് തന്നെയാണ് എനിക്ക് എല്ലാ പിള്ളേരോടും പറയാനുള്ളത്. ചെല്ലുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മൾ ഓർക്കും എന്തെന്നാ നമ്മളെ വീട്ടുകാർ ഇങ്ങനെ കൊണ്ടുവന്ന് വിടുന്നതെന്ന് ഓർക്കും. പക്ഷെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം ഭയങ്കരമാണ്. നവോദയ ആ 7 വർഷം അത് ഭയങ്കര അൺഫോർഗറ്റബിൾ ആണ്. അൺഫോർഗറ്റബിൾ. ഫുഡ് അതൊക്കെ എന്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്? രാവിലെ മോർണിംഗ് പീച്ച് ഉണ്ട്. ഞങ്ങൾ ഷേബ ടീച്ചറാണ്. ഷേബ ടീച്ചർ എന്തായാലും ഓടിക്കാതെ വിടത്തില്ല. നമ്മൾ എത്ര മണിക്കാണ്? നമ്മൾ 5 മണിയാകുമ്പോഴത്തേക്കും 5 മണിക്ക് നമ്മൾ എണീക്കണം. 5:15 ആകുമ്പോൾ നമ്മൾ ഓടും, എക്സസൈസ് ചെയ്യും. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ വരും. നമുക്ക് കോഫി കുടിച്ച് നമ്മൾ തിരിച്ച് ഹൗസിലോട്ട് ഡോർമെട്രീസിലോട്ട് പോകും. അവിടെ ചെല്ലും. നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്കും ഫസ്റ്റ് ബെല്ലടിക്കും. 7 മണി അതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിൽ കയറി അറ്റൻഡൻസ് കൊടുത്ത് തിരിച്ചു വന്ന് എംപി ഹാളിൽ നിൽക്കണം അസംബ്ലിക്ക് നിൽക്കണം. പിന്നെ നമുക്ക് 1:30 വരെ ക്ലാസ്സാ. അതിനിടയ്ക്ക് 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മൾ മെസ്സിലോട്ട് പോകും. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഞാൻ വേണം മെനു കൃത്യമായിട്ട് പറഞ്ഞുതരാം. കാരണം ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ മെനു തന്നെയാണ് പിറ്റേ ഒരാഴ്ച റിപ്പീറ്റ് ആണ്. അപ്പം തിങ്കളാഴ്ച രാവിലെ ആണെങ്കിൽ ഉപ്പുമാവും കടലക്കറിയും ചായയും. ഉപ്പുമാവിന്റെ കൂടെ കടലക്കറി ഇല്ലാതെ ചിലപ്പോൾ പഞ്ചസാരയും പഴവും തരും. ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് അത് അപ്പമാവും. ബുധനാഴ്ച രാവിലെ ബ്രെഡാണ്. വ്യാഴാഴ്ച പുലാവാണ്. വെള്ളിയാഴ്ച പുട്ടാണ്. വെള്ളിയാഴ്ച അപ്പമാണ്. ശനിയാഴ്ച പുട്ടാണ്. ഞായറാഴ്ച രാവിലെ ചപ്പാത്തിയാണ്. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്കാണെങ്കിൽ ചോറും മുട്ടത്തോരനും സാമ്പാറും. ചൊവ്വാഴ്ച മീൻകറി. ബുധനാഴ്ച വെജിറ്റബിൾ അവിയല്, വ്യാഴാഴ്ച ചിക്കനും പുലാവും. വെള്ളിയാഴ്ച നമുക്ക് മുട്ടയാണ്. ശനിയാഴ്ച പായസം. ഞായറാഴ്ച ചിക്കൻ. അടിപൊളിയാണല്ലോ, മെനു ഒക്കെ അടിപൊളിയാണ്. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നമുക്ക് ഇപ്പൊ എനിക്ക് ബ്രെഡ് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ നമ്മൾ ഓർക്കും ബുധനാഴ്ച ബ്രെഡ്, ആ ഒരു ദിവസം മാത്രം നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ ആലോചിക്കും ബുധനാഴ്ച ഉച്ചയ്ക്ക് പക്ഷെ നല്ല ഫുഡാ. നമുക്കിത് കാണാപ്പാടാവും, പക്ഷെ നല്ല ഫുഡാ. അവിടുത്തെ ആന്റിമാരൊക്കെ നമുക്കിപ്പോ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാകുമോ? എന്നുവെച്ചാ നമുക്ക് വിഷമം ഉണ്ടാവാൻ ചാൻസ് ഭയങ്കര കുറവാണ് അവിടെ. കാര്യം നമുക്ക് വിഷമിക്കാൻ സമയമില്ല. നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല. അവിടുത്തെ റുട്ടീൻ തന്നെ ചെയ്ത് തീർക്കാൻ നമുക്ക് സമയം ഉണ്ടാവത്തില്ല. നമ്മൾ അതേപോലെ സമയത്തിന് ചെയ്യണം. അപ്പം ഇപ്പൊ നമുക്ക് സങ്കടം ഉണ്ടാവുമെങ്കിൽ നമ്മളെക്കാളും മുമ്പ് നമ്മുടെ സങ്കടം നമ്മുടെ കൂട്ടുകാർക്ക് എന്തായാലും മനസ്സിലാവും. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ഇന്ന് എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. ദിയാമോൾ എന്നാണ് പേര്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. 11th 12th മാത്രം കിട്ടിയ ഒരു 11th 12th ആയപ്പോഴാണ് എനിക്ക് ഹൗസ് മാറി വന്നതും എന്റെ കൂടെ ആയതും. പക്ഷെ ഇപ്പം ഇന്നലെ രാത്രി ഞാൻ വിഷ് ചെയ്യാൻ വിളിച്ചു. എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ എന്റെ സ്വരം മാറിയാലോ അല്ലെങ്കിൽ എന്താണെങ്കിലും അവർക്ക് മനസ്സിലാവും. മേ ബി ഇപ്പൊ എന്റെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ സ്വരം കരഞ്ഞോണ്ടിരിക്കുക സംസാരിക്കുകയാണെങ്കിൽ അമ്മക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഫ്രണ്ട്സിനെ കിട്ടും. ഇനി നമുക്ക് ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു 8th വരെ ആയിരുന്നപ്പോഴത്തേക്ക് അവിടെ നോക്കിയുടെ ചെറിയ സെല്ലായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സ് നമ്മൾ പൈസ കൊടുക്കണം, ഇവർ ചാർജ് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അലൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ എന്നുവെച്ചാൽ നമ്മൾ ലാൻഡ് ഫോൺ ഒക്കെ വിളിക്കുന്ന പോലെ കാർഡ് ഇട്ടിട്ട് കാർഡിൽ 3 നമ്പേഴ്സ് ഉണ്ടാവും, അതിട്ടിട്ട് വിളിക്കണം. അങ്ങനെയാക്കി. അല്ലാതെ ഫോണിന്റെ ഒരു ഉപയോഗമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആർട്ട് ഫെസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇവിടെ ടാബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരത് ഇഷ്യൂ ചെയ്ത് തരും. അത് ലീഡേഴ്സിനൊക്കെ മാത്രമേ ഇഷ്യൂ ചെയ്ത് തരത്തുള്ളൂ. ഇനി എന്ത് സ്പോർട്സ് ഐറ്റംസിലാണ് താങ്കൾ ചൂസ് ചെയ്തത്? ഞാൻ റണ്ണിങ്ങും ഞാൻ അത്ലറ്റിക്സ് ഫീൽഡിലോട്ടാണ് ചൂസ് ചെയ്തത്. പക്ഷെ ക്ലസ്റ്റർ ഒക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും കുറെ സമയം കഴിഞ്ഞു പോയി. അതായത് ഇന്ത്യയിലൊക്കെ ഒന്ന് കറങ്ങാനുള്ള ഒരു നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയർന്നു വന്നത് ഈ കുറച്ചു കാലമായിട്ടാണ്. അത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തത്. ഇനി പിന്നെ നമ്മുടെ ആർട്സ് ഫോമില് നമുക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യണമെന്നുണ്ടോ? എന്നുവെച്ചാ അവിടെ ആർട്ട് ഫെസ്റ്റ് ഉണ്ട്. ആർട്ട് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതെല്ലാം പോയിന്റ്. ലാസ്റ്റ് ഒരു കോക്കോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ലാസ്റ്റ് കോക്കോസ് ഞങ്ങൾക്കായിരുന്നു, ശിവാലിക് ഹൗസിനായിരുന്നു. അപ്പം ഈ കോക്കോസ് വിട്ടാണ് നമ്മുടെ എല്ലാ പോയിന്റും കോക്കോസിലോട്ട് പോകും. അപ്പം ആർട്ട് ഫെസ്റ്റും അതിന്റെ ഭാഗമാണ്. ആർട്ട് ഫെസ്റ്റിൽ ഓരോ പരിപാടി ഉണ്ടാവും. നമ്മൾ അതില്
അറിയാത്ത പിള്ളേരെ വരെ നമ്മൾ പിടിച്ചിടും. കാരണം ഉം. നമുക്ക് ആൾക്കാരെ തയ്ക്കണമല്ലോ, പോയിന്റ് കിട്ടണം. പോയിന്റ് കിട്ടണമല്ലോ. അപ്പൊ ഓക്കെ. എല്ലാരും എൻഗേജ്ഡ് ആയി. പിറ്റേ വർഷം അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പ്രൈസ് കിട്ടി. അങ്ങനെയാണ് അവിടുത്തെ കലാകാരന്മാരുണ്ടാകുന്നത്. ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് സബ്ജക്റ്റാ എനിക്ക് ഇഷ്ടം? ഏറ്റവും ഇഷ്ടം മാത്സ് ആയിരുന്നു. ആ. 11th വരെ ആ. മാത്സ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്ട്. കാരണം 6th 7th വെച്ചാൽ എനിക്ക് മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എന്നെ കോച്ചിങ് സെന്റർ പിടിച്ച നീതു മിസ് കാരണം. ആ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 6th 7th എന്റെ 6th കൊറോണ ആയിരുന്നു. 7th 6th കൊറോണ കൊണ്ടുപോയി. അപ്പൊ വീട്ടിലായിരുന്നു. 8th തൊട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ജ്യോതി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. ടീച്ചറാണ് എന്നെ 10th വരെ പഠിപ്പിച്ചത്. 10th എന്റെ ടെൻത്തിൽ അത്യാവശ്യം മാത്സിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ കാരണം മീൻസ് മാത്സ് എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടപ്പെടാൻ കാരണം ജ്യോതി ടീച്ചറാണ്. ഉം. ജ്യോതി ടീച്ചർ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മാത്സ് ഇഷ്ടപ്പെട്ടത്. ഒരു സബ്ജക്റ്റിനെ പഠിപ്പിക്കുന്ന രീതിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണോ? അതെ, ഇമ്പോർട്ടന്റ് ആണ്. എന്തോ അങ്ങനെ പറയാൻ കാരണം? എന്നുവെച്ചാ എനിക്കെപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഈ കാണുമ്പോൾ എഞ്ചിനീയറിംഗ് കാണുമ്പോൾ അനലിറ്റിക്കൽ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് പേർക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അവിടെ കിട്ടുന്ന ഒരു കോച്ചിങ്ങിന് എന്തായിരുന്നു പ്രത്യേകത ഉണ്ടായിരുന്നത്? എന്നുവെച്ചാ മെന്റൽ എബിലിറ്റീസ് ഉണ്ട്. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് Sub- എക്സാമിനുണ്ട്. ഓ. അതായത് 50 മാർക്കിന് മെന്റൽ എബിലിറ്റി ആണ് നമുക്ക്. ആഹാ. അപ്പൊ നമ്മൾ മെന്റൽ എബിലിറ്റിയുടെ ഒരു 10 പോർഷൻ ഉണ്ട്. എന്നുവെച്ചാ ഓക്കെ. അപ്പൊ 10 പോർഷൻ ഈ പ്രാവശ്യം നമ്മൾ എൻട്രൻസിനല്ല, അല്ലാതെ ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിലേക്ക് ഇല്ല, എൻട്രൻസ് സമയത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ടേ പിന്നെ ഇഷ്ടപ്പെട്ടതാണ്. അന്നോട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ. എന്നുവെച്ചാൽ ഇപ്പൊ ഈ IME CT എഴുതിയപ്പോഴത്തേക്ക് അവിടുത്തെ ലോജിക്കൽ റീസണിങ് ഉണ്ടായിരുന്നു. ഉം. എനിക്കിപ്പം ബാക്കി എല്ലാ സബ്ജക്റ്റിനെക്കാളും കൂടുതൽ ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തത് ഞാൻ ലോജിക്കൽ റീസണിങ്. Logical കാരണം അത് reasoning. 6th പഠിച്ചതാണ്. പക്ഷെ അത് പിന്നെ മറക്കത്തില്ലല്ലോ, കാരണം നമ്മൾ അത്രയും ട്രെയിൻ ട്രെയിൻ ചെയ്ത് ചെയ്തിട്ട് എടുത്തതാണ്. മറക്കത്തില്ല. ഓക്കെ. അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? 7 വർഷം ഒരു 7 ക്യാമ്പസിൽ വർഷം, അതെ. ഉണ്ടായിരുന്നു. ഇനിയും ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? എനിക്ക് മറൈൻ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. അത് ഞാൻ 9th പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് മറൈൻ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു. അപ്പം സ്ട്രൈക്ക് ചെയ്തതെന്നു വെച്ചാൽ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, 6 മാസം ജോലി ചെയ്യണം, 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പം എന്നുവെച്ചാൽ നമ്മളിപ്പോ ഞാൻ 6ാം ക്ലാസ് തൊട്ട് നവോദയ പോയി. അപ്പൊ ഫുൾ ടൈം വീട്ടുകാരോട് ഇരുന്നിട്ടില്ല. പിന്നെ ഇനിയിപ്പം പുറത്ത് വന്നിട്ട് വീട്ടുകാരോട് ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് പിന്നെയും പഠിക്കാൻ പോകണം. അപ്പം ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും, ജോലി കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു 6 മാസം സ്പെൻഡ് ചെയ്യാമല്ലോ. അതാണ് തുടങ്ങിയത്. പിന്നെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഞാൻ സ്വയമായിട്ട് മനസ്സിലാക്കി കടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. അപ്പം കൂട്ടുകാരെ കേട്ടല്ലോ, ഇത് ഒരു നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം സ്കൂളുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയും പഠിച്ചു തുടങ്ങുക. 5ാം ക്ലാസ്സിലാണ് സ്കൂളിൽ അഡ്മിഷൻ വരുന്നത്, നവോദയ സ്കൂളിൽ അഡ്മിഷൻ വരുന്നത്. 5ൽ ഒരു എൻട്രൻസ് ഉണ്ടാകും. 6th നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലും ഒരു എൻട്രൻസ് ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയണോ, താഴെ ഒരു ഗ്രൂപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ആക്റ്റീവ് ആകുക. പിന്നെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു.